ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ പോയ സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവിടെ പോകണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, അരുണാചൽ പ്രദേശിലെ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന സീറോ വാലി. സീറോ വാലിയിലെ കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു യാത്ര ഞങ്ങൾ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു യാത്രയായിരുന്നു. ദുർഗാപൂജേൻ്റെ കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വെറുതെ എന്തോ പറയുന്നതിൻ്റെ ഇടയിൽ തോന്നിയ ഒരു യാത്രയായിരുന്നു ഇത്. രാവിലെ ചായ ഓടിച്ചതിന് ശേഷം തീരുമാനിച്ചത്. അങ്ങനെ വേറെ ആരെങ്കിലും നമ്മളെ കൂട്ടിന് വിളിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മനുവിനെ വിളിച്ചത്. മനു ONGCയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ജിയോളജിസ്റ്റാണ്. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു, ഓഫീസിലൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോദിച്ച് തിരിച്ച് വിളിച്ചു, യാത്ര പോകാം എന്ന് അങ്ങനെ തീരുമാനിച്ചതാണിത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊതിഞ്ഞ് ഒരു 12 മണിയാവുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വഴിയിൽ കാസിരംഗ എത്താറായപ്പോൾ ശ്രീരാമൻ ഒന്ന് ഛർദ്ദിച്ചു. അപ്പോൾ ഛർദ്ദിച്ചപ്പോൾ എൻ്റെ ഡ്രസ്സിലൊക്കെ ആയി. അപ്പോൾ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു വീട് അന്വേഷിച്ച് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ, വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും റോഡ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് ഇതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീട് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി അവിടെ. അപ്പോൾ നിർത്തിയപ്പോൾ ആ വീട് തന്നെ നല്ല അടിപൊളി വീടായിരുന്നു, നല്ല ചാണകം മെഴുകിയിട്ടുള്ള ഒരു വീട്. എന്നിട്ട് അവിടെ ഇറങ്ങി ഞങ്ങൾ ഈ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ആ സമയത്താണെങ്കിൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തിപ്പോയ ഒരു കാര്യമാണ് കേട്ടോ. അതിഥി ദേവോ ഭവ എന്നതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായത് അവരുടെ ആ ഒരു സ്വീകരണം കണ്ടപ്പോഴാണ്. ഞങ്ങൾക്ക് ചായയും പലഹാരങ്ങളും ഒക്കെ തന്ന് പിന്നെ കുറേ നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ അവർ യാത്രയാക്കിയത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് പിന്നെ തേസ്പൂർ യൂണിവേഴ്സിറ്റിയിലാണ്. തേസ്പൂർ യൂണിവേഴ്സിറ്റിയിൽ മനുവിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഗസ്റ്റ് ഹൗസിൽ റൂം അറേഞ്ച് ചെയ്തു. അപ്പോൾ അതും ഒരു വലിയ ക്യാമ്പസാണ് കേട്ടോ ഈ തേസ്പൂർ യൂണിവേഴ്സിറ്റി. പിന്നെ ഞങ്ങൾ രാത്രി അവിടെയാണ് തങ്ങിയത്. അവിടുത്തെ ഭക്ഷണമൊക്കെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, അവിടുത്തെ ദാല്, റൈസ് അതൊക്കെ. അപ്പോൾ ഞങ്ങളതൊക്കെ ചുറ്റി കണ്ടു. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ സീറോയിലേക്ക് പോകാം എന്നൊരു പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ എല്ലാ യാത്രകളും ഇങ്ങനെ അൺപ്ലാൻഡ് യാത്രകളായിരുന്നു ആസാമിലെത്തിയതിന് ശേഷമുള്ള. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ സീറോയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെയുള്ള പുഴകളും അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ അവിടെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. അപ്പോൾ ഇവിടെ നിർത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ മനു ജിയോളജിസ്റ്റാണ്. അപ്പോൾ അവിടെയുള്ള ഈ കോള് കണ്ടു. അപ്പോൾ കോളിനെ പറ്റി ഫുള്ള് ഞങ്ങൾക്ക് അതെങ്ങനെയാണ് പ്രോസസ്സ്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെയും യാത്ര തുടർന്നു. ഉച്ചയോടെ ഞങ്ങൾ ഇറ്റാനഗറിലെത്തിയതിന് ശേഷം ഹോട്ടൽ കേരള ഭവൻ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചതിന് ശേഷം അഴിഞ്ഞിരത്തുള്ള രാജേട്ടനുണ്ട്, രാജേട്ടൻ്റെ വീട്ടിൽ കയറി അവരൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഒരു 4 മണിയാവുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീറോയിലേക്കുള്ള വഴിയൊക്കെ ഭയങ്കര മോശമാണ്, നിങ്ങൾ ഇപ്പം യാത്ര ചെയ്യേണ്ട, രാവിലെ പോയിക്കോളൂ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ ദിവസം കുറച്ചായതുകൊണ്ടും പിന്നെ ഡ്രസ്സൊന്നും ഞങ്ങൾ കരുതിയിരുന്നില്ല. അപ്പം വേഗം തന്നെ അവിടെ എത്താം എന്ന രീതിയിൽ ഞങ്ങൾ യാത്ര തുടർന്നു. ഓരോ സ്ഥലത്തും നിർത്തി വഴി അന്വേഷിച്ച് ആളുകളോട് ചോദിച്ച് അങ്ങനെയാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകും തോറും പിന്നെ റോഡിൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ പരിതാപകരമായി കൊണ്ടിരിക്കുക. ഇവിടെ വേഗം തന്നെ ഇരുട്ട് വീഴും. നോർത്ത് ഈസ്റ്റ് സൈഡിൽ വേഗം ഇരുടാവുന്നത് കൊണ്ട് പിന്നെ ആളുകളെ ഒന്നും കാണാനേ ഇല്ല. പിന്നെ ഒരു കാര്യം, വണ്ടീൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് മുഴുവനും അടിയൊക്കെ തട്ടി കുണ്ടും കുഴിയും ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ടാണ് ഞങ്ങൾ ശരിക്കും ഈ ഒരു യാത്ര ചെയ്തത്. എന്നാൽ നോർത്ത് ഈസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് തന്നെയാണ് കറങ്ങാൻ പോയത്. വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു ഇത്. എന്നാൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നോർത്ത് ഈസ്റ്റിലുള്ള ഓരോ യാത്രകളും. വഴി അറിയാതെ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകണോ എന്ന ആശങ്കയിൽ നിൽക്കുകയായിരുന്നു.
പിന്നെ കുട്ടികളൊക്കെ വിശപ്പും തുടങ്ങി. അടുത്തെങ്ങും ഒരു വെളിച്ചവും കാണുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കുറച്ച് ആളുകളും ഒരു വണ്ടിയും നിർത്തിയിട്ടതായി കണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ഹോട്ടലും ഉണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ആ ആളുകൾ മലയാളികളാണെന്ന്. അവർ സീറോ വാലിയിൽ നിന്നും പിന്നെയും കുറച്ച് ദൂരം ഒരു വിവേകാനന്ദ കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകരായിരുന്നു അവർ നാട്ടിൽ വെക്കേഷന് പോയി തിരിച്ചു വരുന്ന വഴിയാണ്. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ജീപ്പ് എടുത്ത് പോയിട്ട് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ ആ ജീപ്പ് വെക്കും. എന്നിട്ട് നാട്ടിൽ പോകും. നാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ആ ജീപ്പിൽ മടങ്ങി വരും. ആ മടങ്ങി വരുന്ന വഴിയാണ് ഞങ്ങളെ കണ്ടത്. പിന്നെ ഞങ്ങളുടെ ഈ കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടപ്പോൾ അവർ അന്വേഷിച്ചതായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരിക്കും ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് തോന്നിയത്. അങ്ങനെ ആ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം പാർസലൊക്കെ വാങ്ങിച്ചു. അവർ പറഞ്ഞു, ഇനി മുന്നോട്ട് ഹോട്ടലൊന്നും ഇല്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കരുതിക്കോളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ അവരുടെ പിന്നാലെ യാത്ര തുടർന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു വഴി എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോവും, നിങ്ങൾ അവിടെ നിന്ന് വേറെ വഴിയിൽ പോകണമെന്ന്. അങ്ങനെ കേരളത്തിൽ നിന്ന് ശരിക്കും എത്രയോ ദൂരം താണ്ടിയാണ് അവർ ഇവിടെ ജോലി ചെയ്യുന്നത്. അതും ഇത്രയും ഉൾനാട്ടിൽ ഗതാഗത സൗകര്യം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത്. ശരിക്കും അവരെ പറ്റി അത്ഭുതം തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ആ ജീപ്പിനെ ഫോളോ ചെയ്ത് അങ്ങനെ പോയി. പിന്നെ റോഡിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, വളരെ മോശപ്പെട്ട് വരികയായിരുന്നു. വലിയ വലിയ കുഴികളാണ് മുന്നിൽ. പിന്നെ പുറത്തിറങ്ങിയിട്ട് വഴി കാണിച്ച് മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഈ മൈൽ സ്റ്റോണിൻ്റെ ഒക്കെ പ്രാധാന്യം വളരെ വലുതായിരുന്നു ആ ഒരു സമയത്ത്. ഓരോ ദൂരം കാണിക്കുന്നതും വളരെ ആശ്വാസം തോന്നിക്കുന്ന ഒരു മനസ്സിൽ ഭയങ്കര ആശ്വാസം തോന്നിക്കുന്നതായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനും പറ്റിയില്ല. പിന്നെയും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. റോഡിലൊന്നും ഒരു വെളിച്ചവും ഇല്ല, ഒരു ആളുകളെയും കാണുന്നില്ല, ഭയങ്കര ഇരുട്ടുമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഇങ്ങനെ യാത്ര തുടർന്ന് ഏകദേശം സമയം പുലർച്ചെ 1 മണിയാകാറായി. അങ്ങനെ ഞങ്ങൾ സീറോ വാലിയിലെത്തി. അവിടെ ഒരു സർക്യൂട്ട് ഹൗസ് ഉണ്ടെന്ന് മനസ്സിലായി. അതിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അവിടെ എത്തി. അവിടെ ആണെങ്കിൽ ഗേറ്റൊക്കെ അടച്ചിരിക്കുകയാണ്. പിന്നെ കുറേ ഹോൺ അടിച്ച് നോക്കി, പക്ഷെ ആരെയും ഒരു അനക്കവും കാണുന്നില്ല. പിന്നെ ഈശ്വര, ഈ ചെറിയ മക്കളെയും കൊണ്ട് ഇനി കാറിൽ ഉറങ്ങേണ്ടി വരുമോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പോലീസുകാരനെ കണ്ടത്. അവർ പറഞ്ഞു 2-3 ഹോട്ടലിൻ്റെ പേരും പിന്നെ വഴിയും പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. പിന്നെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെയും ഇതേ അവസ്ഥ. പിന്നെ വേറൊരു ഹോട്ടലിൽ പോയപ്പോൾ ഭാഗ്യം, അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. നല്ല തണുപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു അൺപ്ലാൻഡ് യാത്രയായിരുന്നു എന്ന്. അതിന് കണക്കായിട്ടുള്ള ഒരു ഡ്രസ്സും ഞങ്ങൾ കരുതിയിരുന്നില്ല. പിന്നെ എങ്ങനെയോ ആ ഹോട്ടലൊക്കെ റൂം എടുത്തു. പിന്നെ ആ പാർസലിൽ ഞങ്ങൾ ഭക്ഷണം വാങ്ങിയിരുന്നല്ലോ, ആ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവിടെ എങ്ങനെയോ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ 4 മണിക്ക് തന്നെ ഞങ്ങൾ റെഡിയായി. കാരണം ഞാൻ പറഞ്ഞല്ലോ, സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്നത് സീറോ വാലിയിൽ ആണെന്നാണ് പറയുന്നത്. ഞങ്ങൾ വണ്ടി എടുത്ത് പുറപ്പെട്ടു. അങ്ങനെ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയും മനോഹരമല്ല, അതിമനോഹരം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സീറോ വാലിയെ പറ്റി പറയുകയാണെങ്കിൽ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നാണ്. ലോവർ സുബൻസിരി ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ സീറോ വാലി. അപ്പത്താണി ട്രൈബ്സിൽപ്പെട്ട ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഔട്ട്ഡോർ മ്യൂസിക് ഫെസ്റ്റിവലായ സീറോ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇവിടെയാണ്. അതിൽ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ മ്യൂസിക് ബാൻഡുകളും നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഒരു വലിയൊരു സംഗമമാണ് അവിടെയുള്ള ആ മ്യൂസിക് ഫെസ്റ്റിവൽ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി റോഡൊന്നും ഇല്ലാതായി. പക്ഷേ മണ്ണിട്ട് റോഡ് ഉണ്ടാക്കുന്നുണ്ട്. കുറേ പോയപ്പോൾ അതും അവസാനിച്ചു. പിന്നെ അവിടെ കാറ് നിർത്തി. അവിടെയുള്ളൊരു കാഴ്ചയാണ് ശരിക്കും. മേഘക്കൂട്ടങ്ങളുടെ ഇടയിലായിരുന്നു ഞങ്ങൾ. നല്ല തണുപ്പും. പിന്നെ താഴെ നോക്കിയാൽ അതിവിശാലമായ നെൽപ്പാടം. ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ സൂര്യകിരണങ്ങൾ പതിക്കുന്നുണ്ട്. ആ സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുന്ന ആ ഒരു സ്ഥലം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ചിലവഴിച്ച് പിന്നെ പോയത് ഒരു ശിവലിംഗം നിൽക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ശിവലിംഗമാണ് ഈ കാണുന്ന ഈ ശിവലിംഗം.
അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോൾ ഒരു അമ്മൂമ്മയെ കണ്ട്. അത് അപ്പത്താണി അമ്മൂമ്മയാണ്. ഈ അപ്പത്താണി ട്രൈബ്സിലുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ ടാറ്റു ഉണ്ട് മുഖത്ത്, പിന്നെ വലിയ മൂക്കൂത്തി. അത് ഒരു പ്രത്യേകതയാണ് ഇവരുടെ. അതിന് പിന്നിലും രസകരമായ ഒരു കഥയുണ്ട്. അത് ഹിമാലയത്തിലുള്ള ഈ അപ്പത്താണി ട്രൈബ്സിലുള്ള സ്ത്രീകളായിരുന്നു ഏറ്റവും സുന്ദരിമാരായിരുന്നതെന്ന്. അപ്പം പുറത്തുള്ള ആളുകൾ അവരെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ മുഖം വികൃതമാക്കാനാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നല്ലോ, നമ്മൾ ഈ കുത്തുന്ന മുക്കുത്തിയുടെ ആ ഒരു സ്റ്റൈലല്ല അവർ. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു ജനറേഷനൊന്നും അത് ഫോളോ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ഈ കുറച്ച് പ്രായമുള്ള ആളുകളെ മാത്രമേ നമുക്ക് ഈ ഒരു രൂപത്തിൽ അവിടെ കാണാൻ കഴിയുള്ളൂ. പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറി. അവരുടെ വീട് എന്ന് പറയുന്നത് മരം കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. ഒരു ചെറിയൊരു പൂമുഖം, പിന്നെ വലിയൊരു ഹാള്. അവിടെയാണ് അടുക്കളയും പിന്നെ നമ്മളെ സിറ്റിംഗ് ഏരിയയും ഒക്കെ. പിന്നെ ചെറിയ 2 മുറികളും കഷ്ടിച്ച് ഒരു ചെറിയ കട്ടിലിടാനുള്ള സ്ഥലം മാത്രമേ അതിനുള്ളൂ. ആ ഒരു ഹാളിൻ്റെ നടുവിലാണ് ഞാൻ പറഞ്ഞല്ലോ അടുപ്പിനോട് ചേർന്ന് 2-3 പലക ഇട്ടിരിക്കുന്നുണ്ട്. വിറക് മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് പന്നിയിറച്ചി ഉണക്കാൻ വെച്ചതാണെന്ന്. ഏറ്റവും കൗതുകമായി പിന്നെ തോന്നിയ ഒരു കാര്യം, ഇതിൻ്റെ ഉള്ളിലും TV ഉണ്ട്. പിന്നെ വീട്ടിൻ്റെ ചുമരുകളിലൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോയും തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ വീട്ടിൽ ആ ഒരു അമ്മൂമ്മ തനിച്ചാണ് താമസിക്കുന്നത്. മക്കളൊക്കെ അടുത്തടുത്തായി ഇതേപോലെ ഓരോ വീടുണ്ടാക്കി താമസിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ തന്നെ അവരുടെ ആ കൊട്ടയും തൂക്കി വയലിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അവരുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. അതിരാവിലെ വയലിലേക്ക് എത്താൻ, പിന്നെ ബാക്കി സമയം മുഴുവൻ അവിടെയാണ്. ഭക്ഷണമൊക്കെ അവിടെ. അവരുടെ ഭാഷയൊന്നും അധികം മനസ്സിലാവുന്നില്ല, എന്നാലും മുറി ഹിന്ദിയിൽ കുറേയൊക്കെ മനസ്സിലാക്കിയെടുത്തു. ശരിക്കും അതൊക്കെ എന്തൊക്കെ രീതിയിലാണ് ആളുകളുടെ ജീവിത രീതി, പ്രകൃതിയോട് വളരെ അടുത്ത് ജീവിക്കുന്നവർ, പിന്നെ പ്രകൃതിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. ജനസംഖ്യയിൽ വളരെ കുറച്ച് മാത്രമേ ഇവിടെ ആളുകളുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് ഒരു കൃഷിസ്ഥലം. അത് നെല്ലും മീനും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ഒരിടത്ത്. അത് ശരിക്കും എന്താ പറയുക, ലോകോത്തര നിലവാരമുള്ള ഒരു തരം കൃഷി രീതിയാണത്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു കൃഷി രീതിയാണ്. ഈ അപ്പത്താണി ട്രൈബ്സിൽ മാത്രം കാണുന്ന ഒരു പാഡി ഫിഷ് കൾട്ടിവേഷൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വലിയൊരു ഏരിയയിലായിരുന്നു ഇത്. ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കണ്ട്. ഒരുപാട് പൈൻ മരങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നത്. ഞങ്ങൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്ന്. അപ്പോഴാണ് 2-3 ചെറുപ്പക്കാരികളും അവിടെ വന്നത്. അവർ ഞങ്ങളും അല്ലാതെ വേറെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു കൊച്ചു വീടും അതിൻ്റെ പരിസരത്ത് മുഴുവൻ നിറയെ പച്ചക്കറികളും വിളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ശ്രീദേവിയും കൂടെ ആ വീട് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു. പിന്നെ വീണ്ടും ഒരു ഗ്രാമം കണ്ടു. ആ ഗ്രാമവും ശരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം തന്നെയായിരുന്നു. അവിടെ ഒരു വീട്ടിൽ കയറി. ഒരു ചെറിയ കുട്ടിയും പിന്നെ ഏകദേശം ഒരു 100 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മുത്തശ്ശിയായിരുന്നു അവിടെ. വീട്ടിൻ്റെ ആ സ്റ്റൈലൊക്കെ ആദ്യം കണ്ട അതേമാതിരി തന്നെ. അതിൻ്റെ മുന്നിൽ നിന്നാലും നമുക്ക് കണ്ണെത്താത്ത ദൂരം ഇങ്ങനെ പരന്ന് കിടക്കുന്ന നെൽപ്പാടം കാണാമായിരുന്നു. ശരിക്കും ആ ഒരു സൗന്ദര്യം അവിടെ നേരിട്ട് പോയി തന്നെ ആസ്വദിക്കണം. എന്നാലും ഞാൻ എത്ര വർണ്ണിച്ചു കഴിഞ്ഞാലും എനിക്ക് അതിനൊന്നും വാക്കുകളൊന്നും കിട്ടുന്നില്ല. അത്രയും സൗന്ദര്യം നിറഞ്ഞ ഒരു പ്രകൃതിയുടെ എന്താ പറയുക, ഒരു സ്വർഗം തന്നെ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സീറോ വാലി. ശരിക്കും ഈ ഒരു യാത്ര എനിക്ക് കർണാട്ടിക് മ്യൂസിക്കിനോട് ഏറ്റവും ഇഷ്ടം തോന്നാനുള്ള കാര്യം ഈ ഒരു യാത്രയാണ്. കാരണം ബാലമുരളീകൃഷ്ണയുടെയും MS സുബലക്ഷ്മി, സെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ ഇവരുടെയൊക്കെ കീർത്തനങ്ങളൊക്കെ മുഴുവനായിട്ട് കേൾക്കുന്നത് ഞാൻ ഈ ഒരു യാത്രയിലാണ്. അതിനൊരു വലിയൊരു കളക്ഷൻ തന്നെ ദേനോട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. മനു ഫാമിലി ആയതുകൊണ്ട് പിന്നെ അവരും അത് നല്ലോണം ആസ്വദിക്കുന്ന ആളുകളായിരുന്നു. കാരണം മനുവും ഒരു സിംഗറാണ്. ഈ കർണാട്ടിക് മ്യൂസിക് നമുക്ക് എല്ലാവരും ആസ്വാദകരായിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് അടി ഉറപ്പായിരുന്നു. പിന്നെന്താ, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഇത്രയും സാഹസികമായ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഇറങ്ങിയത് തന്നെ വളരെയധികം നന്ദി ഉണ്ട് ശ്രീദേവിയും ഗായത്രിയും. ഈ ഒരു യാത്ര എനിക്ക് തോന്നുന്നത് നന്നായി ആസ്വദിച്ചു എന്നാണ്.
പിന്നെ എന്തെന്നാ, ധനുവേട്ടൻ്റെ ചങ്കൂറ്റത്തെ പറ്റി ഞാൻ ശരിക്കും പ്രശംസിക്കുന്ന ഒരു കാരണം, ഈ റോഡിലൂടെ ആദ്യമായി ഹോണ്ട സിറ്റി എടുത്തിട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവും ശരിക്കും ഞങ്ങൾ മാത്രമായിരിക്കും. റോഡിൻ്റെ സ്ഥിതി അത്രയും ദയനീയമായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ സേഫായി തിരിച്ചെത്തിയത്. ഇതൊക്കെ ആയിരുന്നാലും ഇത്രയും മനോഹരമായൊരു സ്ഥലം കാണാൻ ദൈവവിധി ഉണ്ടായതിൽ വളരെയധികം സന്തോഷം. എന്താ, കുറേ അധികം സ്ഥലങ്ങൾ കണ്ടു. വീണ്ടും പോകാൻ കൊതിക്കുന്ന ഒരു സ്ഥലം അത് ഈ ഒരു സീറോ വാലി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് വിൻ്റർ ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും കൂടെ ഇവിടെ പോകാൻ കഴിയണേ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ടൗൺ കണ്ടു. അവിടെ വണ്ടി നിർത്തി. അവിടെ അതിലും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ചൊവ്വയിലെത്തിയാലും അവിടെ ഒരു മലയാളി ചായക്കട ഉണ്ടാകും എന്ന ഒരു വാസ്തവം. ഇത്രയും ഉൾനാട്ടിലെ ഒരു കേരള ഹോട്ടൽ, ആ ഒരു ബോർഡ് കണ്ടപ്പോൾ തന്നെ ശരിക്കും അന്തം വിട്ട് പോയി എന്ന് പറയാം. എവിടെ പോയാലും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മലയാളി ഒന്നുമില്ലെങ്കിൽ ഒരു തട്ടുകടയെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ അവിടെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ വേറൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. 2014 ഒക്ടോബർ 7 ഞങ്ങൾ സീറോ വാലിയിൽ പോയത്. ഏകദേശം 10 വർഷം. ആ 10 വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ ധാരാളം മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാലും ഭൂമിയിലെ സ്വർഗതുല്യമായി എനിക്ക് തോന്നിയ ഒരു സ്ഥലം. അവിടുത്തെ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും അവരുടെ ജീവിതത്തെയും അടുത്തറിയാൻ കഴിഞ്ഞ ഒരു യാത്ര. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.